ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ പ്രകൃതി നോക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ നിയമമുണ്ട്. പലതരത്തിലുള്ള ഊർജം ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അത് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെയൊക്കെ അടിസ്ഥാനമെന്ന് പറയുന്നത് തന്നെ ഈ ഊർജ്ജമാണ്. അപ്പോൾ ഓരോ വ്യക്തിയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എനർജി ലെവൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ സംതൃപ്തി കിട്ടാത്ത സ്ത്രീ പങ്കാളികളുടെ ചില രീതികളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഏതൊരു വ്യക്തിക്കും ജീവിതം സന്തോഷകരമായിരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്. ഓരോ വ്യക്തികളുടെ സാഹചര്യത്തിനനുസരിച്ച് ഈ ആവശ്യങ്ങൾക്കും മാറ്റം വരും. അപ്പോൾ ഒരു വ്യക്തിയിൽ നടക്കുന്ന മനസ്സിൻ്റെ ചിന്തകളും ഹോർമോണിൻ്റെ പ്രൊഡക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ഊർജവും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ച് അവരിതിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. ചിലരാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, കൂടുതലായിട്ടുമില്ല എന്നാൽ കുറവായിട്ടുമില്ല, ഒരു ആവറേജ് രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നവർ. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അതിൻ്റെ പിന്നിലൊരു കാരണം കാണും. അത് കിട്ടാതെ വരുമ്പോൾ നിരാശയും വരും. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങളൂടെ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും നമുക്കത് രസകരമായിട്ട് തോന്നണമെങ്കിൽ അതനുസരിച്ചുള്ള ഹോർമോൺസ് ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യണം. പ്രത്യേകിച്ചും എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പാമൈൻ പോലുള്ള ഹോർമോണുകൾ. സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിലും ലൈംഗികതയിലുമൊക്കെ ഈ ഹോർമോൺസ് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതോ സാഹചര്യത്തിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറച്ച് നാൾ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആകുന്നു അല്ലെങ്കിൽ കുറയുമ്പോഴാണ് ഫ്രസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് തന്നെ പലർക്കും പല രീതിയിലാണ്, പല ഫ്രീക്വൻസിയിലാണ്, പല സമയത്താണ് അനുഭവപ്പെടുന്നത്. ഇത് ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും കേട്ടോ. ചിലരെ സംബന്ധിച്ച് അവരുടെ ഫിസിക്കൽ ബോഡി ആയാലും മെൻ്റൽ ബോഡി ആയാലും ഈ ഒരു കാര്യത്തെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. തന്നെയല്ല, കൂടുതലായിട്ടത് ആഗ്രഹിക്കുന്നു. അപ്പം മൊത്തത്തിലുള്ള അവരുടെ ഒരു സിസ്റ്റവും സാഹചര്യവും ഒക്കെ ഇതിന് അനുകൂലമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് സംതൃപ്തി കിട്ടിയില്ലെങ്കിൽ നിരാശ കൂടും. ഏതെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും ഒരു വ്യക്തി കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു സമയത്ത്. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ആ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നത് തന്നെ ഈ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അപ്പോൾ ഇതിനകത്ത് തന്നെ രണ്ട് രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നവരുണ്ട്. ആദ്യമൊക്കെ കുറേ നാൾ നല്ല രീതിയിലൊക്കെ സംതൃപ്തി ഉണ്ടായിരുന്നു, പിന്നെ അത് സ്റ്റോപ്പായി പോയവരുണ്ട്. ചിലരങ്ങനെയല്ല, തുടക്കം മുതൽ തന്നെ അവർക്കിതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും ഒരാളിൽ നിന്നത് കിട്ടത്തില്ല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കുറയും. പിന്നീട് ഈ ഒരു കാര്യത്തിൽ കൂടുതലായിട്ടും റെസ്പോൺസ് ചെയ്യുന്നത് ഉപബോധ മനസ്സായിരിക്കും. ചിലരെ സംബന്ധിച്ച് അകാരണമായ ദേഷ്യം, അകാരണമായ ടെൻഷൻ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നവരോട് പ്രകടിപ്പിക്കും. അതിന് പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹോർമോൺസിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ ഒരു സാഹചര്യത്തിൽ ഫീൽ ചെയ്യുന്നത്. ചിലർക്കാണെങ്കിൽ ഫ്രണ്ട്സിനോട് കൂടുതൽ താല്പര്യം തോന്നും, അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, അവരോട് കൂടുതൽ ചാറ്റ് ചെയ്യാനും കാണാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഒരുക്കും. ചിലർക്കാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പ്രണയിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, അതും ഈ ഒരു ഊർജ്ജത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും. ചിലർക്കാണെങ്കിൽ ഇതിനകത്ത് സ്വയം സംതൃപ്തി കണ്ടെത്താനുള്ളൊരു കഴിവുണ്ട്. എന്നാൽ പങ്കാളിയായിട്ട് ഇവർക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അവസരത്തിലാണ് ഉപബോധ മനസ്സ് പല കണ്ടീഷൻസ് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, മറ്റെന്തൊക്കെ സുഖസൗകര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ, കൂടുതൽ സന്തോഷവും സംതൃപ്തിയും ഒരു ത്രില്ലും ഒക്കെ കിട്ടുന്ന മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടോ. അപ്പോൾ സാഹചര്യത്തിനും ചിന്തയ്ക്കുമൊക്കെ അനുസരിച്ച് ആ ടൈപ്പ് ഊർജ്ജമായിരിക്കും ബ്രെയിനിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന അനുസരിച്ച് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഇപ്പം ലവ് എനർജി ആണെങ്കിൽ അത് സ്പെൻഡ് ചെയ്യണം, അതല്ല സെക്സ് എനർജി ആണെങ്കിൽ അത് സ്പെൻഡ് ചെയ്യണം, അതല്ല ആത്മീയപരമായിട്ടുള്ള എനർജി ആണെങ്കിൽ അത് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു മാർഗം ഉപബോധ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടെത്തും. അത് ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ഒരു വ്യക്തി ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ കണ്ടെത്തുന്നതിൻ്റെ പിന്നിൽ പല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവരും ഈ ഒരു അവസരത്തിൽ സുഹൃത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നുമില്ല. പലരും പല വഴിക്കാണ് ഈ ഊർജ്ജത്തെ തിരിച്ചു വിടുന്നത്. ചിലരാണെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള പല കഴിവുകളും ഈ ഒരു ഊർജ്ജം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കും. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഊർജ്ജത്തെ തന്നെ മറ്റ് പല ഊർജ്ജങ്ങളാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യമായിട്ട്, അവരുടെ സൗന്ദര്യമായിട്ട്, രോഗപ്രതിരോധ സംവിധാനമായിട്ട് ഒക്കെ തന്നെ ഇതിന് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്.
എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.